ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ യു എസ് എസ്. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കുന്നു വേണ്ട. നമ്മൾ ബേസിക് സയൻസിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാത്ത, നമ്മൾ ബേസിക് സയൻസിൽ ചോദിക്കാത്ത അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. അതായത് നമ്മൾ PT റിലേറ്റഡ്, അതായത് നമ്മുടെ കായികമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ചില ഡിസീസുകളെ കുറിച്ച്, ചില രോഗങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ എർത്ത് ക്രസ്റ്റിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ, ഇൻഫോർമേഷൻ ടെക്നോളജി, നമ്മൾ IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യും ബേസിക് സയൻസിൽ നമുക്ക് USSന് ചോദിക്കാൻ പോകുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. 3-4 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 15 ക്വസ്റ്റ്യനിൽ 3-4 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം. സോ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ബട്ട് നമ്മൾ ബേസിക് സയൻസിൽ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഈ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ചൊക്കെ ഒഴുങ്ങിപ്പോകും അല്ലേ. നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യാൻ കുറച്ചൊക്കെ ഒഴുങ്ങിപ്പോകും. സോ നമ്മൾ ആ കുഴങ്ങൽ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 25 ക്വസ്റ്റ്യൻസ് ആണ്. 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, ഏതാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങളൊന്ന് ജസ്റ്റ് പോസ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതിൻ്റെ ആൻസർ കൂടി എന്ത് ചെയ്യാം നോക്കാം. ജസ്റ്റ് ഒരു പ്രാക്ടീസ് ആയിട്ട് കണ്ടാൽ മതി. ചെറിയൊരു വീഡിയോ ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ USSുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ത്രൂ ആണ്. സോ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. സോ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു QR കോഡാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, ഈ ഒരു QR കോഡ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ലിങ്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഒരു ഗൂഗിൾ ഫോമാണ്. ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ നെയിം, ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നുള്ളത്, ഇഫ് യു വേർ ടു കമ്പയർ ദ എർത്ത് ക്രസ്റ്റ് ടു എ ഫ്രൂട്ട്, ദ സ്കിൻ വുഡ് ബി ദ ക്രസ്റ്റ്, വിച്ച് എലമെന്റ് വുഡ് യു ഫൈൻഡ് മോസ്റ്റ് അബണ്ടൻറ്റ്ലി ഇൻ ദ സ്കിൻ. അതായത് ഭൂമിയുടെ പുറന്തോടിനെ ഒരു പഴത്തോട് ഉപമിച്ചാൽ ആ പുറന്തോടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം, അതായത് എർത്തിന്റെ ക്രസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. എർത്തിന്റെ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്, അല്ലെങ്കിൽ എലമെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മോസ്റ്റ് അബണ്ടൻറ്റ്ലി കാണുന്ന എലമെന്റ് ഏതാണ്? അയൺ ആണോ, സിലിക്കൺ ആണോ, ഓക്സിജൻ ആണോ, അലൂമിനിയം ആണോ എന്ന് ചോദിച്ചിട്ടുള്ളത്. അത് ഓക്സിജൻ ആണ്. ഓക്കെ, ഓക്സിജൻ എന്ന് പറയുന്ന ഓപ്ഷൻ C ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഓക്സിജൻ എന്ന് പറയുന്ന ഓപ്ഷൻ C ആണ് എന്താ, നമുക്ക് ഏറ്റവും എർത്തിന്റെ ക്രസ്റ്റിൽ, ഉപരിതലത്തിൽ ഏറ്റവും നമുക്ക് കാണാൻ പറ്റുന്നത്, ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന മൂലകം അല്ലെങ്കിൽ എലമെന്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. സോ ഓപ്ഷൻ C ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് പോസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യാം നോക്കാം. സോ why is the inner core of Earth solid despite having extremely high temperature? അമിതമായ താപനില ഉണ്ടായിരുന്നിട്ടും ഭൂമിയുടെ അന്തർഭാഗം അല്ലെങ്കിൽ ഇന്നർ കോർ ഖരാവസ്ഥയിലായിരിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതായത് അമിതമായിട്ടുള്ള ചൂട് വരുന്ന സമയത്ത് അത് ഖരാവസ്ഥയിലല്ലാതെ ലായനി രൂപത്തിൽ അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലേക്കാണ് വരേണ്ടത് അല്ലേ. ബട്ട് ആ ലിക്വിഡ് ഫോമിലേക്കല്ല, ലയത്തിലേക്കല്ല മാറുന്നത്. എന്തുകൊണ്ടായിരിക്കും അതിന് പിന്നിലുള്ള റീസൺ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിക്കോസ് ഓഫ് ദ ലോ പ്രഷർ, കുറഞ്ഞ മർദ്ദം കാരണം. കുറഞ്ഞ മർദ്ദമാണോ താഴെ? അല്ല, കൂടുതൽ മർദ്ദമാണ്. അതായത് ഉയർന്ന മർദ്ദമാണ് എന്താ അവിടെ കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഹൈ പ്രഷറാണ് താഴെ കാണാൻ പറ്റുക. ഇനി ബിക്കോസ് ഓഫ് ഇൻറ്റൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് അന്തരീക്ഷ മർദ്ദം കാരണം, അന്തരീക്ഷ മർദ്ദം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദമാണോ അതിന് താഴേക്ക് ഇന്നർ കോറിന് എന്തെങ്കിലും രീതിയിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ബിയും റോങ് ആണ്. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ലിക്വിഡ് നൈട്രജൻ്റെ സാന്നിധ്യം കാരണമാണെന്ന് പറയാം. ലിക്വിഡ് നൈട്രജൻ അവിടെ ഉണ്ടോ? ലിക്വിഡ് നൈട്രജൻ അവിടെ ഇല്ല കേട്ടോ. അപ്പം അതും റോങ് ആണ്. ഇനി ബിക്കോസ് ഓഫ് എക്സ്ട്രീം പ്രഷർ ഫ്രം ദ ലേയേഴ്സ് എബോവ്, അതായത് മുകളിലെ പാളികളിൽ നിന്നുള്ള കഠിനമായ മർദ്ദം കാരണമാണെന്ന് പറയുന്നത്. എക്സ്ട്രീം ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ പ്രഷറിലേക്കാണ് നമ്മൾ ഇന്നർ കോറിലേക്ക് വരുന്നത്. സോ അതുകൊണ്ടാണ് ഇന്നർ കോർ എന്ത് ചെയ്യുന്നത്, ഇന്നർ കോർ സോളിഡ് ഫോമിൽ കാണാൻ പറ്റുന്നത്. സോ ഉയർന്ന മർദ്ദം കാരണമാണ്, അത് മുകളിലെ പാളികളിൽ നിന്നുള്ള ഉയർന്ന മർദ്ദം കാരണമാണ്, അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള എക്സ്ട്രീം പ്രഷർ ഫ്രം ദ ലേയേഴ്സ് എബോവ് എന്ന് പറയുന്ന ഓപ്ഷൻ D ആയിരിക്കും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഓപ്ഷൻ D ആണ് എന്താ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ പേഴ്സൺ ഈസ് ഡയഗ്നോസ്ഡ് വിത്ത് എ ഡിസീസ് കോസ്ഡ് ബൈ എ
ബയോളജിക്കൽ വെക്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ലൈക്ലി കൾപ്രിറ്റ്. അതായത് ഒരാൾക്ക് ഒരു ജൈവിക വാഹകന്, അതായത് ഒരു ജീവി ബയോളജിക്കൽ വെക്ടർ വഴി പടരുന്ന രോഗം ബാധിച്ചതായി കണ്ടെത്തി. താഴെ പറയുന്നവർ ഇതിൽ കാരണക്കാരൻ ആരാകാം? ഒരു ജീവി ആയിരിക്കല്ലോ. അങ്ങനെയാണെങ്കിൽ പടർത്തിയിട്ടുണ്ടാവുക, ആ ഒരു രോഗം പടർത്തിയിട്ടുണ്ടാവുക ജീവി ആയിരിക്കും. സോ ഇതിൽ ആരാണ് ജീവി നോക്കിയാൽ മതി. കണ്ടാമിനേറ്റഡ് വാട്ടർ, മലിനമായ ജലമാണോ? അല്ല. മൊസ്കിറ്റോ, കൊതുക് അല്ലേ? കൊതുകല്ലേ വരാൻ ചാൻസ് ഉള്ളത്. ഇന്ന് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നോക്കാം. സ്പോയിൽഡ് ഫുഡ്, കേടായ ഭക്ഷണം ഒരു ജീവിയാണോ? അല്ല. സ്നീസിങ് ഇൻ പബ്ലിക്, അതായത് പൊതു സ്ഥലത്ത് തുമ്മുന്നത്, അതൊരു ജീവിയാണോ? തുമ്മുന്നത് മനുഷ്യനാണ് അല്ലെ? മനുഷ്യനാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീവികളും തുമ്മാറുണ്ട്, റൈറ്റ്? ബട്ട് അത് ജീവിയിലൂടെ പടരുന്ന ഒരു അസുഖമാണ്. സോ ഒരു വാഹകനാണ്. വാഹകൻ ഡെഫിനറ്റ്ലി ഒരു കൊതുകായിരിക്കും, അല്ലെങ്കിൽ ഒരു മൊസ്കിറ്റോ ആയിരിക്കും വെക്ടർ ആയിട്ട് അവിടെ ആക്ട് ചെയ്യുക. സോ ഓപ്ഷൻ ബി ആണെന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. മൊസ്കിറ്റോ അല്ലെങ്കിൽ കൊതുക് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടെന്നും കൂടി എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പറയാം. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈ സോൾട്ട് ഫോർട്ടിഫൈഡ് വിത്ത് അയഡിൻ ഇൻ മിനി ഹൗസ് ഹോൾഡ്? എന്തുകൊണ്ടാണ് വീടുകളിൽ അയഡിൻ ചേർത്ത ഉപ്പ് ഉപയോഗിക്കുന്നത്? അതായത് എന്തുകൊണ്ടാണ് നമ്മൾ വീടുകളിലൊക്കെ അയഡിൻ ചേർത്തിട്ടുള്ള ഉപ്പ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ടു പ്രിവെന്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചവ്യാധികൾ തടയാനാണെന്ന് പറയുന്നുണ്ട്. ടു പ്രിവെന്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ തടയാനാണെന്ന് പറയുന്നുണ്ട്. ടു പ്രിവെന്റ് എ സ്പെസിഫിക് ഡെഫിഷ്യൻസി ഡിസീസ്, അതായത് ഒരു പ്രത്യേക അപര്യാപ്തത രോഗം തടയാനാണെന്ന് പറയുന്നുണ്ട്. ടു മേക്ക് ദ ഫുഡ് ടേസ്റ്റ് ബെറ്റർ, ഭക്ഷണത്തിന്റെ രുചി കൂട്ടാൻ. എന്തിനായിരിക്കും നമ്മൾ അയഡിൻ ചേർക്കുന്നുണ്ടാവുക? നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, അയഡിൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു അപര്യാപ്തത അല്ലെ, അല്ലെങ്കിൽ ഒരു ന്യൂട്രിയൻ ഡെഫിഷ്യൻസി നമുക്ക് വരാനുണ്ട്. അതിന്റെ പേരാണ് ഗോയിറ്റർ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഗോയിറ്റർ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അയഡിൻ എന്ത് ചെയ്യുന്നത്, ഉപ്പിൽ ചേർക്കുന്നത്. സോൾട്ടിൽ അയഡിന്റെ പ്രസൻസ് ഉള്ളത് എന്തുകൊണ്ടാണ്? ടു പ്രിവെന്റ് ദ ഗോയിറ്റർ, അല്ലെങ്കിൽ ദ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ അപര്യാപ്തത രോഗം തടയാനാണ് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അയഡൈസ്ഡ് സോൾട്ട് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് എന്താ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. രാമു ഹാസ് ബ്ലീഡിംഗ് ഗംസ് ആൻഡ് ഹിസ് വോൺസ് ടേക്ക് എ ലോങ് ടൈം ടു ഈറ്റ്. വിച്ച് ഫുഡ് ഷുഡ് ഹി ഇൻക്രീസ് ഇൻ ഹിസ് ഡയറ്റ്? അതായത് രാമുവിന്റെ പല്ലിന്റെ മോണയിൽ നിന്ന് രക്തം വരുന്നു, മുറിവുകൾ ഉണങ്ങാൻ താമസമെടുക്കുന്നു, അവൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം മോണരോഗം, അല്ലെങ്കിൽ നമ്മളെ പല്ലിന്റെ മോണയിൽ നിന്നൊക്കെ രക്തം വരുന്ന, അല്ലെങ്കിൽ ബ്ലീഡിങ് ഗംസിന്റെ കാരണമാവുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വൈറ്റമിൻ സിയുടെ കുറവ് കാരണമാണ് അല്ലെ. വൈറ്റമിൻ സി കുറയുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ബ്ലീഡിങ് ഗംസ് എന്ന് പറയുന്ന ഒരു ഡെഫിഷ്യൻസി കണ്ടീഷനിലേക്ക് നമ്മൾ പോകുന്നത് അല്ലെ. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നോക്കാം. അതായത് വൈറ്റമിൻ സി നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് എന്തൊക്കെയുണ്ട് നോക്കാം നമുക്ക്. മിൽക്ക് ആൻഡ് എഗ്, മിൽക്കിലും എഗ്ഗിലും, പാലിലും മുട്ടയിലും ഏറ്റവും കൂടുതലുള്ളത് കാൽഷ്യം, അതുപോലെ തന്നെ പ്രോട്ടീന്, അതുപോലെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പറ്റുക, അതിൽ കാണാൻ പറ്റുക. അതിൽ കാൽഷ്യമാണ് ഏറ്റവും കൂടുതലുള്ള കേട്ടോ. ഇനി നമുക്ക് നോക്കാം റൈസ് ആൻഡ് വീറ്റ്. അരിയിലും ഗോതമ്പിലും നമുക്ക് കാണാൻ പറ്റുക കാർബോഹൈഡ്രേറ്റുകളെ കാണാൻ പറ്റും, വൈറ്റമിൻ എനെ കാണാൻ പറ്റും, ചെറിയ രീതിയിൽ വൈറ്റമിൻ ഡീനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഇനി സിട്രസ് ഫ്രൂട്ട്സ് ലൈക്ക് ഗൂസ്ബെറി, അതായത് നെല്ലിക്ക പോലുള്ള സിട്രസ് പഴങ്ങൾ, അതായത് നമ്മൾ നാരങ്ങ, അതുപോലെ തന്നെ നമ്മൾ നാരങ്ങയുടെ ആ ഇനത്തിൽപ്പെടുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പഴങ്ങളുണ്ട് അല്ലേ, അതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിലൊക്കെ വൈറ്റമിൻ സി റിച്ച് ആയിരിക്കും. വൈറ്റമിൻ സി കൂടുതലായിട്ടുള്ളതായിരിക്കും. സോ വൈറ്റമിൻ സി ഉള്ളത് ഓപ്ഷൻ സിയിലാണ്. സോ ബാക്കിയുള്ള ഓപ്ഷനും കൂടി നോക്കാം. നമുക്ക് റെഡ് മീറ്റ് അല്ലെങ്കിൽ മാംസത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രോട്ടീൻ ആണ്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കാൽഷ്യം എന്തുണ്ട് നമുക്ക് മാംസത്തിൽ കാണാൻ പറ്റും. സോ ഓപ്ഷൻ സി ആണെന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഓപ്ഷൻ സി, സിട്രസ് ഫ്രൂട്ട് ലൈക്ക് ഗൂസ്ബെറി അല്ലെങ്കിൽ നെല്ലിക്ക പോലുള്ള സിട്രസ് പഴങ്ങളാണ് അയാൾ കഴിക്കേണ്ടതെന്നാണ് നമ്മൾ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരാം കേട്ടോ. സോ ഓപ്ഷൻ സി ആണെന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ആക്ട്സ് ലൈക്ക് ദ ഹ്യൂമൻ ബ്രെയിൻ പ്രോസസിങ് ഓൾ ഇൻസ്ട്രക്ഷൻ? അതായത് ഐടിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കമ്പ്യൂട്ടറിന്റെ മസ്തിഷ്കം എന്ന് വിശേഷിപ്പിക്കാവുന്ന നിർദ്ദേശങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന ഭാഗം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് കമ്പ്യൂട്ടറിന്റെ അതായത് മസ്തിഷ്കം, നമ്മളെ ബ്രെയിന് പോലെ ആക്ട് ചെയ്യുന്ന ഒരു പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മോണിറ്റർ ആണോ, ഹാർഡ് ഡിസ്ക് ആണോ, CPU ആണോ, കീബോർഡ് ആണോ എന്ന് ചോദിക്കുന്നത്. CPU ആണ് അല്ലെ. CPU എന്ന് പറഞ്ഞാൽ എന്താ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നാണ്. CPU ആണ് എന്താ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി, CPU ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ സി, CPU എന്നുള്ള ഓപ്ഷൻ എന്ത് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. യു ആർ റൈറ്റിംഗ് എ പോയം ഇൻ ലിബ്രെ ഓഫീസ് റൈറ്റർ, വിച്ച് കീ
കോമ്പിനേഷൻ വുഡ് യു യൂസ് ടു സേവ് യുവർ പ്രോഗ്രസ് ഇൻസ്റ്റന്റ്ലി? അതായത് നിങ്ങൾ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ ഒരു കവിത എഴുതുകയാണ്, അത് വേഗത്തിൽ സേവ് ചെയ്യാൻ ഏത് കീ കോമ്പിനേഷൻ ആണ് ഉപയോഗിക്കുക എന്നാണ് ചോദിക്കുന്നത്. Ctrl+P ആണോ, Ctrl+S ആണോ, Ctrl+C ആണോ, Ctrl+V ആണോ എന്നാണ് ചോദിക്കുന്നത്. Ctrl+P ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ആണ് അല്ലെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പ്രിന്റ് ആണ് Ctrl+P എന്ന് പറയുന്നത്. Ctrl+S എന്ന് പറയുന്നത് സേവ് ആണ്. Ctrl+C എന്ന് പറയുന്നത് കോപ്പി ആണ്. Ctrl+V എന്ന് പറയുന്നത് നമ്മൾ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് നമ്മൾ കോപ്പി ചെയ്ത ഒരു കാര്യം പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, Ctrl+V എന്ന് പറയുന്ന ആ ഒരു നമ്മൾ കീ കോമ്പിനേഷൻ എന്ത് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും Ctrl+S ആയിരിക്കണം അയാൾ ചെയ്യേണ്ടത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ബി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം. In the world of internet, what does www stands for? ഇന്റർനെറ്റ് ലോകത്ത് www എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. വേൾഡ് വൈഡ് വെബ് എന്നാണ് www എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ആണ് അല്ലെ. ഓപ്ഷൻ എ വേൾഡ് വൈഡ് വെബ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ വേൾഡ് വൈഡ് വെബ് ആണ് എന്താ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരാം. സോ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് എന്താ ഈ ഒരു ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് നോക്കാം. യെസ്, ഓപ്ഷൻ എ തന്നെയാണ് എന്താ നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ എക്സാമ്പിൾ ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? അതായത് താഴെ പറയുന്നവയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉദാഹരണം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഗൂഗിൾ ക്രോം, ജിംബ്, ലിനക്സ്, VLC മീഡിയ പ്ലെയർ ആണ് നമ്മൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? അതായത് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾ കോമൺലി നിങ്ങളുടെ IT ലാബിലൊക്കെ നിങ്ങൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരാണ് ലിനക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലിനക്സ് എന്നാണ് അതിനെ വിളിക്കുക. സോ ആ ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്താ നമ്മളെ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനായിട്ട് വരുന്ന. ഇതുപോലെ തന്നെ ലിനക്സിനെ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വിൻഡോസ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ iOS എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ എന്തുണ്ട്, നിലവിലുണ്ട്. അത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ IT ലാബിൽ ഒക്കെ യൂസ് ചെയ്യുന്നത് ലിനക്സ് ആണ്. സോ ഓപ്ഷൻ സി ആണ് എന്താ നമ്മുടെ ഈ ഒരു ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. യോഗ ഈസ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ എക്സസൈസ്, ഇറ്റ് മെയിൻലി എയിംസ് അറ്റ് ദ കോർഡിനേഷൻ ഓഫ്. അതായത് യോഗ എന്നത് വെറും ഒരു ശാരീരിക വ്യായാമമല്ല, ഇത് പ്രധാനമായും ഏകോപിപ്പിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഹാൻഡ്സ് ആൻഡ് ലെഗ്സ്, അതായത് കൈകളും കാലുകളും ഏകോപിപ്പിക്കുക എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ബോഡി ആൻഡ് മൈൻഡ്, ശരീരവും മനസ്സും. സ്പീഡ് ആൻഡ് സ്ട്രെങ്ത്, അതായത് വേഗതയും കരുത്തും. വിഷൻ ആൻഡ് ഹിയറിംഗ്, കാഴ്ചയും കേൾവിയും. ഏതാണ് ഏറ്റവും കൂടുതൽ യോഗ നമ്മളെ ഏകോപിപ്പിക്കുന്നത്? ഏതാണ് പ്രധാനമായും ഏകോപിപ്പിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ നമ്മളെ ശരീരവും മനസ്സുമാണ്, അതായത് നമ്മളെ ബോഡിയും മൈൻഡും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ യോഗ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ്. നമുക്ക് നോക്കാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് an athlete runs a long distance consistently, which physical component are they mainly developing? ഒരു കായിക താരം ദീർഘദൂരം തുടർച്ചയായി ഓടുകയാണെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ പ്രധാനമായും വർദ്ധിപ്പിക്കുന്നത് എന്തിനെയാണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്പ്ലോസീവ് പവർ, അതായത് സ്ഫോടനാത്മക ശക്തി എന്ന് പറയുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റി, അതായത് നമ്മൾ മെഴുവഴക്കം കൂട്ടാനാണെന്ന് പറയുന്നുണ്ട്. എൻഡ്യൂറൻസ് അല്ലെങ്കിൽ കായികക്ഷമത അല്ലെങ്കിൽ സഹനശേഷി കൂടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അജിലിറ്റി അല്ലെങ്കിൽ ചടുലത, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചടുലമായിട്ടുള്ള നീക്കങ്ങളൊക്കെ ആവശ്യമാണ് അല്ലേ, നമ്മൾ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്. സോ എന്തിനാണ് നമ്മൾ പ്രധാനമായും നമ്മൾ ദീർഘദൂരം നമ്മൾ ഓടുന്ന സമയത്ത് നമ്മൾ എന്തിനെയാണ് പ്രധാനമായും കൂട്ടുന്നത്? അതായത് നമ്മൾ ലോങ് ഡിസ്റ്റൻസിൽ റൺ ചെയ്യുന്ന സമയത്ത് ഏതാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, ഏത് ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള എന്ത് കാര്യമാണ്, എന്ത് കോമ്പണൻ്റ് ആണ് മെയിൻലി ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും എന്താണ്, നമ്മൾ എൻഡ്യൂറൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാമിന ആണ്, അല്ലെങ്കിൽ നമ്മൾ കായിക ക്ഷമത അല്ലെങ്കിൽ സഹനശേഷി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ദീർഘദൂരമൊക്കെ ട്രാവൽ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലൊക്കെ റൺ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കായികക്ഷമത എന്ത് ചെയ്യും, വർദ്ധിക്കാൻ തുടങ്ങും. നമ്മൾ സ്റ്റാമിന ഇൻക്രീസ് ചെയ്യും, എൻഡ്യൂറൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ എൻഡ്യൂറൻസിനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാമിന എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ സി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൈ ഇസ് ദ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് വൈറ്റൽ ഫോർ ലൈഫ് ഓൺ ദ സർഫേസ്? അതായത് ഭൂമിയുടെ കാന്തിക മണ്ഡലം ഉപരിതലത്തിലെ ജീവൻ അത്യാവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട്? അതായത് നമ്മളെ ഭൂമിയുടെ കാന്തിക മണ്ഡലം അല്ലെ, മാഗ്നറ്റിക് എർത്തിന്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് നമുക്കറിയാം.
എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് എർത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസ് നമുക്കൊരു മാഗ്നറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. അത് ആ ഉപരിതലത്തിലെ ജീവന് എന്തുകൊണ്ടാണ് അത് അത്യാവശ്യമായിട്ട് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അതായത് അത് എന്തുകൊണ്ടാണ് നമുക്ക് എസെൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ വൈറ്റൽ ആയിട്ട് വരുന്ന. ഇറ്റ് കീപ്സ് ദ മൂൺ ഇൻ ഓർബിറ്റ്, അതായത് ഇത് ചന്ദ്രനെ ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു. ആണോ? ചന്ദ്രനെ ഭ്രമണപഥത്തിൽ നിലനിർത്തുന്ന ആരാണ്? ഗ്രാവിറ്റിയാണ് കേട്ടോ. അതായത് ഗ്രാവിറ്റി, അതായത് ഭൂഗുരുത്വാകർഷണമാണ്. ഓക്കെ, സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും അതെല്ലാം ഓപ്ഷൻ ആയിട്ട് വരും. ഇനി ഇറ്റ് പ്രൊട്ടക്ട്സ് ദ എർത്ത് ഫ്രോം ഹാംഫുൾ സോളാർ വിൻഡ്സ്, അതായത് ഇത് സൂര്യനിൽ നിന്നുള്ള ഹാനികരമായിട്ടുള്ള സൗരവാതകങ്ങൾ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നു. ഇതല്ലേ കറക്റ്റായിട്ട് വരാം. അതായത് നമ്മളെ സൂര്യനിൽ നിന്ന് ഒരുപാട് റേസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹാംഫുൾ ആയിട്ടുള്ള ഒരുപാട് റേസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ വന്നുകൊണ്ടിരിക്കുന്ന റേസിനെയൊക്കെ എന്ത് ചെയ്യണം, തടയാൻ നമ്മൾ ഭൂമിയെ ഹെൽപ്പ് ചെയ്യുന്നത് എർത്തിന്റെ അറൗണ്ട് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ബി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നോക്കാം. ഈ ഹെൽപ്സ് പ്ലാന്റ് ഗ്രോ ഫാസ്റ്റർ, അതായത് ഇത് സസ്യങ്ങളെ വേഗത്തിൽ വളരാൻ സഹായിക്കുന്നു. റോങ് ആണ്. ഇറ്റ് ക്രിയേറ്റ്സ് ദ ടൈഡ്സ് ഇൻ ദ ഓഷ്യൻസ്, ഇത് സമുദ്രത്തിലെ വേലിയേറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ആക്ച്വലി വേലിയേറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് മൂണിൻ്റെ നമ്മുടെ ചുറ്റുമുള്ള കറക്കം കണ്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഭൂമിക്ക് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, മൂണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചന്ദ്രൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാരണമാണ് എന്താ ടൈഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇതും ഒരു കാരണമാണ്. ഓക്കെ, സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ബി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. സോ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ലോക്കൽ ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് സീവേജ്, which of the following disease is the community most at risk of contracting? അതായത് ഒരു കിണറ്റിലെ വെള്ളം മലിനജലവുമായി കലർന്നാൽ ആ പ്രദേശത്തുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം എന്താണ്? ഇത് വെള്ളത്തിലൂടെ പടരുന്ന രോഗമായിരിക്കില്ല. അപ്പോൾ വെള്ളത്തിലൂടെ പടരുന്ന ഏതെങ്കിലും രോഗം ഉണ്ടോ നമുക്ക് നോക്കാം. മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്ന് പറയുന്നത് കൊതുകിലൂടെ വരുന്നതാണ് കേട്ടോ. കൊതുകിലൂടെ വരുന്നതാണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്ന് പറയുന്നത്. ഇനി അനീമിയ വിളർച്ച വരുന്നത് നമ്മുടെ അയൺ അല്ലെ, ഇരുമ്പിന്റെ അപര്യാപ്തത കാരണമാണ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി കാരണമാണ് ഉണ്ടാവുന്നത്. റൈറ്റ്, സോ നമുക്ക് ഓപ്ഷൻ ബിയും റോങ് ആണ്. ഇനി ടൈഫോയിഡ് നോക്കാം. ടൈഫോയിഡ് വെള്ളത്തിലൂടെ പടരുന്ന, അതായത് വെള്ളത്തിൽ കാണുന്ന ചില ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഡിസീസാണ് ടൈഫോയിഡ് എന്ന് പറയുന്ന ഡിസീസ്. ഓക്കെ, സോ ടൈഫോയിഡ് ആയിരിക്കും നമ്മൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. വെള്ളത്തിലൂടെ പടരുന്ന ഡിസീസാണ്. ഇനി ഗോയിറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അയഡിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ്. അയഡിൻ എന്ന് പറയുന്ന ആ ഒരു മിനറലിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് നമുക്ക് എന്ത് ഉണ്ടാവുന്നത്, ഗോയിറ്റർ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത് അല്ലെ. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ സി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൈ ഡു ഡോക്ടേഴ്സ് റെക്കമെൻഡ് ക്ലീനിങ് സ്റ്റാഗ്നന്റ് വാട്ടർ നിയർ ഹൗസസ് ഡ്യൂറിങ് ദ മൺസൂൺ? അതായത് വർഷകാലത്ത് വീടിന് ചുറ്റുമുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കം ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ടു സേവ് വാട്ടർ ഫ്രം സമ്മർ, അത് സമ്മർ, അതായത് വേനൽക്കാലത്തേക്ക് വെള്ളം ലാഭിക്കാനാണെന്ന് പറയുന്നുണ്ട്. ടു പ്രിവെന്റ് ദ ബ്രീഡിംഗ് ഓഫ് മൊസ്കിറ്റോസ്, അതായത് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് തടയാനാണെന്ന് പറയുന്നുണ്ട്. ടു കീപ് ദ ഗ്രൗണ്ട് ഡ്രൈ, അതായത് നിലം ഉണങ്ങിയിരിക്കാനാണെന്ന് പറയുന്നുണ്ട്. ടു പ്രിവെന്റ് ഡസ്റ്റ് അലർജീസ്, അതായത് പൊടിപടലങ്ങൾ കുറയ്ക്കാനാണെന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും അതിന് പിന്നിലുള്ള കാരണം? അതായത് മൺസൂൺ സീസണിൽ ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടാവും. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് എന്തുണ്ടാവുക, കൊതുക് മുട്ടയിടാൻ തുടങ്ങുക അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യുക. സോ ഈ ബ്രീഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പല ഡോക്ടർമാരും അവിടെ നമ്മൾ ക്ലീൻ ആക്കണം. സ്റ്റാഗ്നന്റ് വാട്ടർ ഉണ്ടായിരിക്കരുത്, നമ്മൾ ക്ലീൻ ആയിരിക്കണം, ഡ്രൈ ആയിട്ടുള്ള പ്ലേസ് ആയിരിക്കണം നമ്മുടെ മഴക്കാലത്ത് എപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിരിക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടേക്ക് കൊതുക് മുട്ടയിട്ട് വിരിഞ്ഞ് പുതിയ കൊതുകുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ബി ആണ് എന്താ നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ടു പ്രിവെന്റ് ദ ബ്രീഡിംഗ് ഓഫ് മൊസ്കിറ്റോസ്, അല്ലെങ്കിൽ കൊതുകുകൾ മുട്ടയിടുന്നത് അല്ലെങ്കിൽ മുട്ടയിട്ട് പെരുകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡോക്ടർമാരൊക്കെ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? അതായത് താഴെ പറയുന്നവരിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്ത അഥവാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ രോഗം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്ത ഡിസീസാണ് ചോദിക്കുന്നത് കേട്ടോ. സോ നമുക്ക് നോക്കാം. ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അതായത് TB അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യും, പകരും. ഓക്കെ, പകരുന്ന ഒരു രോഗമാണ് ഇതാ ക്ഷയം എന്ന് പറയുന്നത്. ഇനി ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡിലെ ഷുഗർ ലെവൽ കൂടുന്നതിനാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുക. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യില്ല,
പകരില്ല. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ഇനി ചിക്കൻ ബോക്സ് നോക്കാം. ചിക്കൻ ബോക്സ് എന്താണ്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഡിസീസാണ്. റാറ്റ് ഫീവർ അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി എന്ന് പറയുന്നത് എന്താണ്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു ഡിസീസാണ്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ബി പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ ബി ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. യു ആർ ബ്രൗസിംഗ് ദ വെബ് ആൻഡ് ഫൈൻഡ് എ ഫയൽ യു വാണ്ട് ടു കീപ് ഓൺ യുവർ കമ്പ്യൂട്ടർ. വാട്ട് ഈസ് ദിസ് പ്രോസസ് കോൾഡ്? അതായത് നിങ്ങൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കണ്ട ഒരു ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്ന പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? അതായത് നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫയൽ കണ്ടു, ആ ഫയൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കണം. ഈ പ്രക്രിയ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫയല് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കുന്നുണ്ടാവുക. ആ പ്രക്രിയനെ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ എന്ത് വിളിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്ലോഡിംഗ് എന്നാണോ, പ്രോസസ്സിംഗ് എന്നാണോ, ഡൗൺലോഡിംഗ് എന്നാണോ, ഫോർമാറ്റിംഗ് എന്നാണോ? എന്തായിരിക്കും? ഡൗൺലോഡിംഗ് എന്നാണ് അല്ലേ? ഡൗൺലോഡിംഗ് എന്നാണ് നമ്മൾക്ക് ഈസിലി എല്ലാവർക്കും ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ സി ആണ് എന്താ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. ഡൗൺലോഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു വാണ്ട് ടു പെർഫോം കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആൻഡ് ക്രിയേറ്റ് ഗ്രാഫ്സ് വിച്ച് ലിബ്രെ ഓഫീസ് ടൂൾ ഈസ് ബെസ്റ്റ്? അതായത് സങ്കീർണമായ ഗണിത ക്രിയകൾ ചെയ്യാനും ഗ്രാഫുകൾ നിർമ്മിക്കാനും ഏറ്റവും അനുയോജ്യമായ ലിബ്രെ ഓഫീസ് സോഫ്റ്റ്വെയർ ഏതാണ്? ലിബ്രെ ഓഫീസിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. അതിൽ ഏത് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? നമുക്ക് കാൽക്കുലേഷന്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും ഗ്രാഫുകളൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്? ഏത് ലിബ്രെ ഓഫീസിൻ്റെ ഏത് ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഏത് സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. ലിബ്രെ ഓഫീസ് റൈറ്റർ ആണോ? റൈറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും എഴുതി വെക്കാനാണ് നമ്മൾ റൈറ്റർ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ ലിബ്രെ ഓഫീസ് റൈറ്റർ നമ്മളൊരു ലെറ്റർ എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ റൈറ്റർ യൂസ് ചെയ്യാം. ഇനി ലിബ്രെ ഓഫീസ് ഇംപ്രസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രസൻറ്റേഷനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലിബ്രെ ഓഫീസ് ഇംപ്രസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ലിബ്രെ ഓഫീസ് കാൽക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് കാൽക്കുലേഷൻസ്, നമ്മൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, അതുപോലെ തന്നെ ഗ്രാഫ്സ് ഡ്രോ ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കാൽക്കാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ലിബ്രെ ഓഫീസ് ഡ്രോ എന്ന് പറയുന്നത് നമ്മൾ ചിത്രങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലിബ്രെ ഓഫീസ് ഡ്രോ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമുക്ക് എന്താ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ആൻ ഇൻപുട്ട് ഡിവൈസ്? ഒരു ഇൻപുട്ട് ഉപകരണം ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ത് എന്നാണ് ചോദിക്കുന്നത്. ടു ഡിസ്പ്ലേ ദ റിസൾട്ട് ടു ദ യൂസേഴ്സ്, അതായത് ഉപയോക്താവിന് ഫലം കാണിച്ചു കൊടുക്കാനാണെന്ന് പറയുന്നുണ്ട്. ടു പ്രൊവൈഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പ്യൂട്ടർ, അതായത് കമ്പ്യൂട്ടറിന് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകാനാണെന്ന് പറയുന്നുണ്ട്. ടു സ്റ്റോർസ് ഫയൽസ് പെർമനൻ്റ്ലി, അതായത് ഫയലുകൾ സ്ഥിരമായിട്ട് സൂക്ഷിക്കാനാണെന്ന് പറയുന്നുണ്ട്. ടു കൂൾ ഡൗൺ ദ സി പി യു തണുപ്പിക്കാനാണെന്ന് പറയുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ഒരു ഇൻപുട്ട് ഡിവൈസ്, അതായത് നമ്മൾ കീബോർഡുകൾ ഇൻപുട്ട് ഡിവൈസിൽ വരുന്നതാണ് കീബോർഡുകൾ, മൗസ്, മൈക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് എന്തിനാണ് നമ്മൾ കീബോർഡൊക്കെ യൂസ് ചെയ്യുന്നത്? നമ്മൾ പല ഇൻസ്ട്രക്ഷൻസും അതിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ പല കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇൻപുട്ട് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. സോ ഇൻപുട്ട് ഉപകരണങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ടു പ്രൊവൈഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പ്യൂട്ടർ, അതായത് കമ്പ്യൂട്ടറിന് വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കീബോർഡ്, മൗസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്? നമ്മൾ മൈക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻപുട്ട് ഡിവൈസിന് എക്സാമ്പിൾസ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് എന്താ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പേഴ്സൺ ഈസ് പെർഫോമിംഗ് പ്രാണായാമ വിച്ച് സിസ്റ്റം ഓഫ് ബോഡി ഈസ് ബീങ് മോസ്റ്റ് ഡയറക്ട്ലി എക്സസൈസ്ഡ്, അതായത് ഒരാൾ പ്രാണായാമ ശരീരത്തിലെ ഏത് വ്യൂഹത്തിനാണ് അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിനാണ് ഏറ്റവും ഗുണകരമാവുന്നതെന്നാണ് ചോദിക്കുന്നത്. പ്രാണായാമം എന്ന് പറയുന്നത് ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ്. യോഗയിൽ വരുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസിനെയാണ് നമ്മൾ പ്രാണായാമ എന്ന് വിളിക്കുന്നത്. സോ പ്രാണായാമവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പിറേറ്ററി സിസ്റ്റം ആണ് അല്ലേ? റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും അവിടെ ഇമ്പ്രൂവ് ആവുന്നുണ്ടാവുക അല്ലെങ്കിൽ അവിടെ ഗുണകരമാവുന്നത് എന്തിനായിരിക്കും? നമ്മുടെ ശ്വസന വ്യൂഹത്തെ ആയിരിക്കും അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥയായിരിക്കും അത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവുക. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ ബി ആണ് റെസ്പിറേറ്ററി സിസ്റ്റം ഓർ ശ്വസന വ്യൂഹം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് എന്താ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വൈ ഇസ് കൂളിംഗ് ഡൗൺ ഇമ്പോർട്ടൻറ്റ് ആഫ്റ്റർ എ ഹെവി സ്പോർട്സ് ആക്ടിവിറ്റി? അതായത് കഠിനമായ കായിക വിനോദത്തിന് ശേഷം കൂളിംഗ് ഡൗൺ ചെയ്യുന്നത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു, നമ്മൾ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്താണ്, നമ്മൾ വാമപ്പ് ചെയ്യില്ല, നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ്, ലൈക്ക് നമ്മൾ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വാമപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൂളിംഗ് ഡൗൺ എന്ന് പറയുന്നത്. നമ്മൾ ഹൈലി ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും?
ബോഡി റെസ്റ്റിലേക്ക് പോവാണ് അല്ലേ. അപ്പോൾ നേരെ റെസ്റ്റിലേക്ക് കൊണ്ടുപോകാതെ നമ്മൾ എന്ത് ചെയ്യണം, ബോഡിയെ പതിയെ എന്ത് ചെയ്യണം, റെസ്റ്റിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ റെസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന ആ ഒരു സെക്ഷനെയാണ് നമ്മൾ എന്താ വിളിക്കുക, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൂളിംഗ് ഡൗൺ പ്രോസസ്സ് എന്ന് വിളിക്കുക. സോ നമുക്ക് ഏതെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഓപ്ഷൻസ് വരുന്നുണ്ടോ നോക്കാം. ടു ഹെൽപ്പ് ദ ബോഡി റിട്ടേൺസ് ടു ഇറ്റ്സ് റെസ്റ്റിംഗ് സ്റ്റേറ്റ് ഗ്രാജുവലി അല്ലേ, ശരീരം ക്രമേണ സാധാരണ നിലയിലേക്ക് മടങ്ങാൻ സഹായിക്കാനാണ് എന്ത് ചെയ്യുന്നത്, കൂളിംഗ് ഡൗൺ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെയും റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് എലമെന്റ് ഈസ് ഫൗണ്ട് ഇൻ ബോത്ത് ദ എർത്ത് ക്രസ്റ്റ് ആൻഡ് എർത്ത് കോർ ബട്ട് ഈസ് മോർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ കോർ. അതായത് ഭൂമിയുടെ പുറന്തോടിലും കാമ്പിലും കാണപ്പെടുന്നതും എന്നാൽ കാമ്പിൽ വളരെ ഉയർന്ന അളവിൽ ഉള്ളതുമായ മൂലകം ഏതാണ്? അതായത് നമ്മളെ പുറംതൊലിയിൽ അല്ലെങ്കിൽ നമ്മളെ പുറംപാളിയിൽ അല്ലെങ്കിൽ എർത്തിന്റെ ക്രസ്റ്റിൽ അല്ലെങ്കിൽ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണ് നമ്മൾ പറഞ്ഞു. പക്ഷെ ഓക്സിജൻ മാത്രമാണോ? അല്ല, സിലിക്കൺ ഉണ്ട്, അയൺ ഉണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്തുണ്ട് നമുക്ക് ഉപരിതലത്തിൽ കാണാൻ പറ്റും. ഡിഫറെൻ്റ് ആയുള്ള മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്സിനെ കാണാൻ പറ്റും. ഇതല്ലാതെ നമ്മൾ ഇന്നർ കോറിലും കാണുന്നുണ്ട്. ഇന്നർ കോറിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ ഉപരിതലത്തെ നോക്കുമ്പോൾ. അതായത് നമ്മൾ എർത്തിൻ്റെ ക്രസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്നർ കോറിലാണ് അല്ലെങ്കിൽ അകക്കാമ്പിലാണ് കൂടുതലായിട്ട് ഇയാളുള്ളത് എന്നാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷനാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓക്സിജൻ ഒരിക്കലും വരില്ല, കാരണം ഓക്സിജൻ ഏറ്റവും കൂടുതലുള്ളത് ഉപരിതലത്തിലാണ്. സോ അതെന്താണ്, റോങ് ആണ്. ഇനി സിലിക്കണും ഏറ്റവും കൂടുതൽ രണ്ടാമതായി വരുന്ന മൂലകമാണ്. അതായത് ഏറ്റവും കൂടുതലുള്ളത് ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജനും രണ്ടാമതായി വരുന്നത് സിലിക്കോണാണ്. അപ്പോൾ സിലിക്കണും റോങ് ആണ്. ഇനി അലൂമിനിയം അയൺ ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. പക്ഷേ അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇന്നർ കോർ അല്ലെങ്കിൽ അകക്കാമ്പിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അയൺ ആണ്. സോ ഓപ്ഷൻ സി ആണ് എന്താ, ഇരുമ്പ് അയൺ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. സോ ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി? അതായത് താഴെ പറയുന്നവരിൽ സ്വാഭാവിക പ്രതിരോധ ശേഷിക്ക് അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിക്ക് ഉദാഹരണം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ടേക്കിംഗ് എ പോളിയോ ഡ്രോപ്പ്, അതായത് പോളിയോ തുള്ളി മരുന്ന് കഴിക്കുന്നത് നാച്ചുറൽ ആണോ? അല്ല, നമ്മൾ പുറമേന്ന് വെക്കുന്നതാണ് അല്ലെങ്കിൽ പുറമേന്ന് നമ്മൾ തുള്ളി മരുന്നായിട്ട് യൂസ് ചെയ്യുന്ന. സോ അതെന്തല്ല, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അല്ല, അല്ലെങ്കിൽ സ്വാഭാവിക പ്രതിരോധ ശേഷിയല്ല. ഇനി ആന്റിബോഡീസ് പാസ് ഫ്രം എ മദർ ടു എ ബേബി, അതായത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ലയിക്കുന്ന ആന്റിബോഡികൾ എന്താണ്, സ്വാഭാവികമായിട്ടുള്ള ആന്റിബോഡികൾ അല്ലെങ്കിൽ പ്രതിരോധ ശേഷിയാണ്, അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിളാണ്. ഇനി ടേക്കിംഗ് ആൻ ആന്റിബയോട്ടിക് പില്ല, അതായത് ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നതും നമ്മൾ പുറമേന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽസിനെ വെച്ചിട്ട് എന്ത് ചെയ്യാണ് വരാണ്. അത് നാച്ചുറൽ അല്ല, അത് നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഗെറ്റിംഗ് എ ടി ഇഞ്ചക്ഷൻ, അതായത് ടി ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്താണ്, നമ്മൾ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ നമ്മൾ ഇരുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തട്ടി നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ടി ആണ് എടുക്കാറുള്ളത് അല്ലേ. സോ ടി നമ്മൾ എന്തിനാണ്, നമുക്ക് അവിടെ വിഷം അല്ലെങ്കിൽ നമ്മളത് ആ മുറിവ് കാരണം നമുക്ക് നമ്മളെ ശരീരത്തിൽ വിഷത്തിൻ്റെ അളവ് ഉണ്ടാവാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ടോക്സിൻ്റെ അളവ് ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ ചെയ്യുന്നതാണ് ടി എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്, ഇതൊക്കെ ചെയ്യുന്നത് നമ്മളുടെ പുറമേ നിന്ന് ആർട്ടിഫിഷ്യലി നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരു ഓപ്ഷൻ മാത്രമാണ് നമ്മൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സ്വാഭാവിക പ്രതിരോധ ശേഷിക്ക് ഉദാഹരണമായിട്ട് വരുന്നുള്ളൂ. സോ അത് ഓപ്ഷൻ ബി ആണ്, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ലഭിക്കുന്ന ആന്റിബോഡികൾ, അതായത് ആന്റിബോഡീസ് പാസ് ഫ്രം ദ മദർ ടു എ ബേബി എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇതാണ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നമുക്ക് എന്താ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഡിസീസ് സ്പ്രെഡ് ത്രൂ എ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വിച്ച് ഓഫ് ദീസ് ഈസ് ദ ബെസ്റ്റ് വേ ടു പ്രിവെന്റ് ഇറ്റ് സ്പ്രെഡിങ്? അതായത് ഒരു രോഗം ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, അതായത് തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ ഉള്ള കണങ്ങൾ, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും അല്ലേ, അതിലൂടെ വഴി പടരുകയാണെങ്കിൽ അത് തടയാനുള്ള മികച്ച മാർഗം ഏതാണ്? നമ്മളൊരു കൊറോണ ഇങ്ങനെയുള്ള ഡിസീസ് നമ്മൾ നോക്കിയാൽ മതി. അപ്പം അന്നേരം നമ്മൾ എന്ത് ചെയ്തിരുന്നു, മാസ്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരുന്നു അല്ലേ. സോ ആ മാസ്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ വായ മൂടിക്കെട്ട അല്ലെങ്കിൽ നമ്മൾ വായിൽ നിന്ന് ഉള്ള ഡ്രോപ്ലെറ്റ്സ് പുറമേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാസ്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, വെയറിങ് എ മാസ്ക് ആൻഡ് കവറിങ് ദ മൗത്ത് വൈ കഫിങ്, അതായത് മാസ്ക് ധരിക്കുകയും ചുമക്കുമ്പോൾ വായ മൂടുകയും ചെയ്യുക. ഇതാണ് നമ്മൾക്ക് അതിനെ പ്രതിരോധിക്കാൻ ചെയ്യേണ്ട ഏറ്റവും ഉചിതമായ മാർഗം എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെയും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻസ് ടു ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ റാം വെൻ ദ കമ്പ്യൂട്ടർ ഈസ് ടേൺഡ് ഓഫ്? അതായത് കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുമ്പോൾ റാം, അതായത് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് റാം എന്ന് പറയുന്നത്. സോ റാം എന്ന് പറയുന്നത് നമ്മളെ കമ്പ്യൂട്ടറിനും എല്ലാം ഉള്ളത് റോം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നമ്മളെ റീഡ് ഓൺലി മെമ്മറി ഉണ്ട്, അതുപോലെ തന്നെ റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്. സോ റാൻഡം ആക്സസ് മെമ്മറി നമ്മൾ കമ്പ്യൂട്ടർ ഓഫ് ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അതും ഓഫ് ആവും.
സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും റാമിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്ത് സംഭവിക്കും, കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന അതിൽ സ്റ്റോർ ചെയ്തിരുന്ന ഡാറ്റ എന്ത് ചെയ്യും, അതേപടി എന്ത് ചെയ്യും, ഇറേസ് ആയി പോകും, അത് നിലനിൽക്കില്ല. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പെർമനൻ്റ്ലി സേവ് ചെയ്യുന്ന പല കാര്യങ്ങളും റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ നമ്മൾ റോം എന്ന് പറയുന്ന കാര്യത്തിലാണ് സേവ് ചെയ്ത് വെക്കുക. റാമിൽ സേവ് ചെയ്ത് വെക്കില്ല. അതിൽ ടെമ്പററി സ്റ്റോറേജ് മാത്രമാണ് എന്ത് ചെയ്യുക, നടക്കുക. അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റോറിങ് സിസ്റ്റം മാത്രമാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും റാം കമ്പ്യൂട്ടർ ഓഫ് ആക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, റാമും ഓഫ് ആവും ആൻഡ് അത് മാഞ്ഞു പോകും. നമ്മൾ ശേഖരിക്കാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങളൊക്കെ എന്ത് ചെയ്യും, അത് കമ്പ്യൂട്ടർ ഓഫ് ആവുന്ന അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യും, അതും മാഞ്ഞു പോകും. ഇറ്റ് ഈസ് ഇറേസ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് എന്താ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് ഈസ് എ സെർച്ച് എഞ്ചിൻ യൂസ്ഡ് ടു ഫൈൻഡ് ഇൻഫർമേഷൻ ഓൺ ദ ഇന്റർനെറ്റ്? അതായത് ഇന്റർനെറ്റിൽ വിവരങ്ങൾ തിരയാൻ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ലിനക്സ് നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അല്ലേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഉദാഹരണമാണ് ലിനക്സ് എന്ന് പറയുന്നത്. വിൻഡോസ് എന്ന് പറയുന്നതും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ലിബ്രെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ത് ലിബ്രെ ഓഫീസ് എന്ന് പറയുന്നത്. ഗൂഗിൾ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനാണ്. യാഹൂ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനാണ്. ബിങ് എന്നൊക്കെ പറയുന്നത് എന്താണ്, സെർച്ച് എഞ്ചിൻസ് ആണ്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സെർച്ച് എഞ്ചിൻസ് ആണ്. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇപ്പം യൂസ് ചെയ്യുന്നത് ഗൂഗിളാണ്. ഗൂഗിളിലാണ് നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്ത് നോക്കാൻ അല്ലേ, പല കാര്യങ്ങളിലും നമ്മൾ ശേഖരിക്കാൻ, വിവരങ്ങൾ ശേഖരിക്കാൻ, ഇൻഫോസ് ഒക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട്, ഇൻഫർമേഷൻസ് ഒക്കെ അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെർച്ച് ചെയ്ത് നോക്കുന്ന ആ മെഷീൻസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് തിങ്ങിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻസ് എന്ന് വിളിക്കുക. സോ സെർച്ച് എഞ്ചിൻസിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നത് ഗൂഗിളാണ്. സോ ഓപ്ഷൻ ബി ആണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 25ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ USSനെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി എന്ത് ചെയ്യുക, ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കോ അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോക്ക് ആദ്യം കൊടുത്തിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ USSന് കുറച്ച് ദിവസങ്ങളാണുള്ളത്. സോ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ പോവുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ എക്സാമിലേക്ക് എത്താൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ നമ്മൾ എക്സാമിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ഈ വർഷം മുതലുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ഒട്ടും ടെൻഷൻ അടിക്കാണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും USS ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിജയാശംസകൾ നേരുന്നു. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ആൾ.